പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, അനുഗ്രഹങ്ങളാൽ നിറച്ച്, കെട്ടുകൾ അഴിച്ച്, ബന്ധനങ്ങളെ തകർത്ത്, രോഗങ്ങളെ സുഖപ്പെടുത്തി, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട വിടുതലും സൗഖ്യവും സമാധാനവും സമൃദ്ധിയും വിജയവും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് രക്ഷപ്പെടണം എന്നുള്ളത്. അനേക മക്കൾ വിളിച്ച് കരയുകയാണ്, രക്ഷപ്പെടാൻ പറ്റണില്ല, ആ തടസ്സം, ഈ തടസ്സം, ആ പ്രശ്നം, ഈ പ്രശ്നം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ തകർന്ന് വേദനിക്കുന്ന മക്കൾ നേരെയാണ്. ഒന്ന് രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അച്ഛൻ ഇന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. അതായത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. നമുക്കറിയാം, കളിമണ്ണ് കൊണ്ട് ദൈവം അവനെ സൃഷ്ടിച്ചു. നമ്മളും കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് ദൈവം അവന് ജീവൻ നൽകിയത് എങ്ങനെയാണ്? തൻ്റെ ജീവന്റെ ശ്വാസം അവനിലേക്ക് നിശ്വസിച്ചു. ജീവന്റെ ശ്വാസം. ജീവൻ എന്താണ്? ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. യോഹന്നാൻ 14:5. ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പൊ ഈശോ ഈ കളിമൺ കൂടാരത്തിലേക്ക് തൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഈശോയെ തന്നെ തന്നുകൊണ്ടാണ് ഈശോ നമുക്ക് ജീവൻ തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, ഞാനല്ല, അതാണ് സത്യം. എല്ലാവരും അതാ പറയുന്നത്. ഈശോയും അത് തന്നെ പറഞ്ഞ എന്താണ്? ഈശോ ഇല്ലാതെ നമുക്ക് യഥാർത്ഥമായ ജീവിതം ജീവിക്കാൻ കഴിയില്ല. അതേ ഈശോ പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വചനം ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ജീവൻ വേണോ? ഈശോയെ കൂടിയേ തീരൂ. ഈശോ ഇല്ലെങ്കിൽ ജീവനില്ല. അതുകൊണ്ട് യേശു ആകുന്ന ഏകരക്ഷകൻ രക്ഷപ്പെടണോ? ഈശോ ഉണ്ടായേ പറ്റൂ. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് മനുഷ്യനും യഥാർത്ഥമായ രക്ഷ കൈവരിക്കണമെങ്കിൽ ജീവനാകുന്ന ഈശോയെ കൂടിയേ തീരും. അതുകൊണ്ട് ഈ കർത്താവിന്റെ വലിയൊരു ആഗ്രഹം എന്നറിയോ? നിങ്ങൾ വിശുദ്ധ ബൈബിളിലൂടെ ശരിക്കും ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തിന്റെ വലിയ ആഗ്രഹം നമ്മോട് കൂടെ ആയിരിക്കാനാണ്. അബ്രാഹാം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും, എല്ലാ മക്കളെയും, എല്ലാ ദൈവമക്കളെയും കർത്താവ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട, അതിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അതായത് ദൈവത്തിന് അറിയാം എന്ത്? ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം മാംസത്തിന്റെ, ഇന്നലെ കണ്ട പോലെ ജഡത്തിന്റെ ജീവിതം. അതെന്താ നമ്മൾ കണ്ടു, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കണ്ടു. എന്നാൽ അതിൽ നിന്ന് മാറി ഒരു യഥാർത്ഥമായ മനുഷ്യന്റെ ജീവിതം, ദൈവിക ജീവനാൽ, ദൈവത്താൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ അത് ദൈവത്തെ തന്നെ കൂടിയേ തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ കൂടെ നിർത്താൻ ദൈവം പറഞ്ഞ പോലെ വചനം അനുസരിക്കണം. വചനം ദൈവം തന്നെയാ, ജീവൻ ദൈവം തന്നെയാ. അപ്പോ വചനത്തെ സ്വീകരിച്ച്, ആ ജീവനെ സ്വീകരിച്ച് നമ്മൾ ജീവിക്കണം. എന്നാൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലും ഒത്തിരി സന്ദേശങ്ങളിലും മുന്നറിയിപ്പുകളിലും പ്രത്യക്ഷീകരണങ്ങളിലും സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വിശുദ്ധരിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ, ഈശോ തന്നെ നേരിട്ട് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, വിശുദ്ധ മേരി മാർഗറ്റ് അലക്കൊക്കിലൂടെ എല്ലാം പറയാം, മക്കളെ എന്നെ സ്വീകരിച്ചേ പറ്റൂ. എന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. എന്തിനാ? നമുക്ക് ആ ഈശോയെ കൂടിയേ തീരൂ. അതുകൊണ്ടാ എന്റെ മക്കളെ, ഈ ഒരു സത്യം നമ്മൾ അറിയണം. ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരം എന്താണ്? വിശുദ്ധ കുർബാന.
ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 6:56, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് നമ്മൾ ഒരു ദിവസം പോലും മറക്കരുത്. പലവട്ടം ആവർത്തിച്ച് കേട്ട വചനമാണെങ്കിൽ കൂടിയും മക്കളെ, ഈ വചനം നമ്മളിൽ അന്വർത്ഥമാക്കണം, നമ്മൾ സംഭവിക്കണം. യേശുവിനാൽ നിറയപ്പെട്ട്, ഈശോയാൽ നയിക്കപ്പെടുന്ന ആ ജീവന്റെ സമൃദ്ധിയിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞ് യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയാണ്. ഈശോ വന്നത് രോഗികളെ സുഖപ്പെടുത്താനല്ല. ഈശോ വന്നത് നിന്റെ കാര്യങ്ങൾ സാധിച്ചു തരാനല്ല. ഈശോ വന്നത് കാറ്റിനെയും കടലിനെയും അടക്കാനല്ല. ഈശോ വന്നത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കാനല്ല. ഈശോ വന്നത് വിശുദ്ധ കുർബാനയാകാനാ. എന്തിന്? നിന്നിൽ അതുപോലെ വസിക്കാൻ. എങ്ങനെ? ഒരപ്പം ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ യേശു നമ്മിൽ ഒന്നായിത്തീരാൻ, അതുപോലെ ഒന്നായിത്തീരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മക്കളെ വിശുദ്ധ കുർബാനയായത്. നമ്മുടെ അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈശോയെ വേണം? എന്തുകൊണ്ട് ജീവൻ വേണം? ജീവൻ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈശോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ഈശോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ ജഡികമാകും. മാത്രമല്ല ലോകാരൂപി കയറും, പിശാചിന്റെ നിയന്ത്രണത്തിനാകും. പിന്നെ അവന്റെ പ്രവൃത്തികൾ അവൻ ചെയ്യുന്ന, അവൻ പ്രയോഗിക്കുന്ന, അവൻ പ്രകടമാക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറും നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞ് ഇനി അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണത് നീയാണ്. നമുക്ക് കൽപ്പനകളുണ്ട്, നമുക്ക് കർത്താവുണ്ട്, നമുക്ക് കൂദാശകളുണ്ട്, നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്, നമുക്ക് ദേവാലയമുണ്ട്, നമുക്ക് നിത്യാരാധനയുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇനി അത് സ്വീകരിക്കേണ്ടത് ആരാ? ഞാൻ എപ്പോഴും പറയും, ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് കൊള്ളാം, നീ സ്വീകരിച്ചാൽ നിനക്ക് കൊള്ളാം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ കുടുംബം സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും കൊള്ളാം. അനേക പേരെ വിളിച്ചു പറയും, അച്ഛനെ കാണണം, അച്ഛനോടൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ബന്ധന പ്രാർത്ഥന ഇഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. അതോ ഞാൻ എല്ലാവരും പറയാണ്, നിങ്ങൾ വന്ന് ധ്യാനം കൂടുക, കർത്താവിന്റെ വചനം കേൾക്കുക, നല്ല പോലെ കുമ്പസാരിക്കാൻ പറയുന്ന വിധത്തിൽ കുമ്പസാരിക്കുക, പാപപരിഹാര ബലി വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും അർപ്പിക്കുക, കർത്താവിന്റെ വിടുതലിന് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കുക. പിന്നീട് അങ്ങോട്ട് കർത്താവ് പറയും ഒരു വഴി, ആ വഴിയിലൂടെ മാത്രം ചരിക്കുക. ഇതല്ലാണ്ട് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഈ വഴി പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോകാൻ അനേക പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ആരെയും കണ്ട് സമയം നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലാത്തോണ്ട അനേകം പേര് വിളിക്കുക, അച്ഛാ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, മോനെ ഒന്ന് കാണിക്കണം, മോളെ ഒന്ന് കാണിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് ഇനി ഈ ദിവസങ്ങളിൽ വീണ്ടും കുറെ കാര്യങ്ങൾ നമ്മൾ കാണും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് പ്രഭാഷണ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11 മുതൽ തിരുവചന 11. നിന്റെ തകർച്ചയ്ക്കുള്ള, നാശത്തിനുള്ള കാരണം കർത്താവാണെന്ന് നീ പറയരുത്. എന്നിട്ട് പറയാ, എന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യത്തില്ല. വീണ്ടും പറയുന്നത്, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. എന്നിട്ട് പറയാ, മനസ്സ് വച്ചാൽ കൽപ്പനകൾ, വചനങ്ങൾ പാലിക്കാൻ പറ്റും. വിശ്വസ്തതാപൂർവ്വം പെരുമാറണമോ എന്ന് തീരുമാനിക്കണം നീയാണ്. ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, അഗ്നിയും ചെലവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ തിരഞ്ഞെടുക്കണം. കർത്താവിനെ വേണം, എനിക്ക് ജീവൻ വേണം, എനിക്ക് വചനം വേണം, കൽപ്പനകൾ പാലിക്കണം, എനിക്ക് ഈശോയെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആ ഒരു തീരുമാനത്തിന്റെ ആവശ്യകത അറിഞ്ഞ് അതുപോലെ കർത്താവിലേക്ക് നമ്മൾ എടുക്കണം. ഇതാണ് വഴി. ഈശോയെ, അതാ ഈശോ പറഞ്ഞ, ഞാനാണ് വഴി. ഈശോയെ കൂടാതെ നമുക്കൊരു വഴിയില്ല. ഈശോ ഇല്ലാതെ ജീവനില്ല, ഈശോ ഇല്ലാത്ത സത്യവുമില്ല. വേറെ ലോകം പലതും പറയും, ഇത് കുടിച്ചാൽ സുഖം കിട്ടും, ഇങ്ങനെ ജീവിച്ചാൽ സന്തോഷം കിട്ടും. അതൊക്കെ നുണയ മക്കളെ. ആ സത്യം പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനില്ലേ നിങ്ങൾ ഉണങ്ങിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് ചില മക്കളെ വിളിച്ച് കരയുമ്പോ ഞാൻ ചോദിക്കും, ഉപസാരമുണ്ടോ, കുർബാനയുണ്ടോ, കുടുംബ പ്രാർത്ഥന? ഇതൊന്നുമില്ല. ഇതില്ലെങ്കിൽ ഞാൻ പറയും, നശിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നതല്ല കേട്ടോ,
നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്നെ കൂടാതെ, എന്നോട് ചേർന്ന് നിൽക്കാതെ എന്നിൽ നിന്ന് അകന്നു പോയാൽ ഉണങ്ങിപ്പോകും, നശിച്ചു പോകും, പിന്നോട്ട് പോകും എന്നൊക്കെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് വഴി. ഇനി അത് അറിഞ്ഞ് ജീവിക്കണം. അതുകൊണ്ട് മക്കളെ, ഈശോയിലേക്ക് തിരിയാതെ രക്ഷയില്ല. അതിനുവേണ്ടി കർത്താവ് ഇപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിത്യാരാധനയില് ദിവ്യകാരനാഥൻ എഴുന്നള്ളിയിരിക്കുന്നു. വേദനയോടെ പറയട്ടെ, ഇതാർക്കും വേണ്ട. ആർക്കൊന്നല്ല, മിക്കവാറും ആയിരക്കണക്കിന്, ഒത്തിരി ശതമാനം പേർക്കും ഈ കർത്താവിന് വേണ്ട. കർത്താവിനെ നീ തിരസ്കരിച്ചാൽ, കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, നാശം, നാശം, നാശം. വേറൊരു വഴിയില്ല. ഈ വഴിയിലേക്ക് വരാൻ എനിക്കിടയാകട്ടെ, നിനക്കിടയാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, നമ്മുടെ മക്കൾക്കിടയാകട്ടെ. അതിനുവേണ്ടി പരിശുദ്ധമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തില്, യൗസപിതാവിന്റെ മാധ്യസ്ഥത്തില്, പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തോടും യൗസപിതാവിന്റെ നിർമ്മല ഹൃദയത്തോടും ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈശോ തിരു ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് കർത്താവെ, അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ ഹൃദയത്തിൽ വസിക്കുന്ന, അങ്ങയിൽ വസിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ. ഈ ഒരു വഴിയല്ലാതെ നീ ഏതു വഴിയും പൊക്കോ, നമ്മൾ ഏതു വഴിയും പൊക്കോ, രക്ഷപ്പെടില്ല, രക്ഷപ്പെടില്ല, രക്ഷപ്പെടില്ല. സത്യം. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമ്മളാണേലും കർത്താവിന് വേണ്ടി ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിന് വേണ്ടി, അല്ലാണ്ട് രോഗം മാറിക്കിട്ടാൻ, മക്കളെ ജോലി കിട്ടാൻ, ഇതൊക്കെ കിട്ടിക്കോളും. കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പം, അതാ ഈശോ പറഞ്ഞേ, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അവിടുത്തെ നീതിയാണ് ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കാന്നുള്ളത്, നീതിയാണ്. കാരണം അതിനു വേണ്ടിയും ദൈവം നമ്മെ സൃഷ്ടിച്ചേക്കണേ. അഗസ്ത്യോസ് പറഞ്ഞില്ലേ, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിലായിരിക്കാനാ. അതാണ് നീതി, അത് ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു നീതിയുടെ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ ജീവിച്ച് കർത്താവിനെ സ്വന്തമാക്കി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ എന്തുമാത്രമാ സ്നേഹിക്കുന്നേ എന്ന് ഈ തിരുഹൃദയത്തിന്റെ ഈ വണക്കമാസത്തിന്റെ ഈ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയുടെ ശക്തമായ സ്നേഹ അരൂപിയിലും നിറഞ്ഞു നിന്നുകൊണ്ട് അങ്ങ് ഞങ്ങളോട് പറയുകയാണല്ലോ. അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സൃഷ്ടിച്ചു. അങ്ങയുടെ ജീവൻ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ കളിമൺ കൂടാരത്തിന് ജീവൻ നൽകി. എന്നാൽ കർത്താവെ, അങ്ങയെ സ്വന്തമാക്കി ജീവിക്കേണ്ടതിന് പകരം ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയില്, ഞങ്ങളുടെ ജഡമായി പോയ അവസ്ഥയില്, ദുർബലമായി പോയ അവസ്ഥയില് ഞങ്ങള് അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ പലപ്പോഴും ശ്രമിക്കുന്നു. കർത്താവെ, അങ്ങില്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന സത്യം അങ്ങയുടെ മക്കൾക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അങ്ങയെ കൂടാതെ ജീവിക്കാനാകത്തില്ല. അങ്ങില്ലെങ്കിൽ വളരാൻ പറ്റില്ല. അങ്ങില്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. അങ്ങ് കൂടെ ഉണ്ടായേ പറ്റൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി എപ്പോഴും സംലഭ്യനായിട്ട് വിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തില് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയുടെ മക്കള് അങ്ങയിലേക്ക് ഓടി അണയട്ടെ. അങ്ങയുടെ വചനം അനുസരിക്കാൻ, കൽപ്പനകളെ പാലിക്കാൻ അങ്ങ് പറഞ്ഞില്ലേ, മനസ്സ് വച്ചാൽ ഞങ്ങൾക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, ജീവിത പങ്കാളി, സഹോദരങ്ങള്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കള്, പേരക്കിടാങ്ങള്, എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ദാഹിക്കട്ടെ. അങ്ങയെ സ്വന്തമാക്കാൻ അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന വിശുദ്ധ കുർബാന, അങ്ങയുടെ തിരുഹൃദയം, അങ്ങയുടെ ദിവ്യ കാരുണ്യം ഇത് അനുഭവിക്കാൻ ഈശോയെ ഞങ്ങളോടി അണയണം. അങ്ങേക്ക് ഞങ്ങളില് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സ് ഞങ്ങൾ വയ്ക്കണം. അങ്ങ് പറഞ്ഞത് വെളിപാട് 3:20 ഇതാ ഞാൻ നിന്റെ വാതിൽക്ക് വന്ന് മുട്ടുന്നു. എപ്പോഴും അങ്ങ് മുട്ടുന്നുണ്ട് ഞങ്ങളിലേക്ക് കടന്നു വരാൻ, ഞങ്ങളുടെ കൂടെ വസിക്കാൻ. കർത്താവെ, എന്നാൽ അത് ഗൗനിക്കാതെ, ആ മുട്ട് കേട്ട് തുറക്കാതെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ വൈദികരും സന്യസ്തരും ഇടവക സമൂഹങ്ങളും കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മകളും എന്തിനൊക്കെയോ വേണ്ടി അങ്ങയുടെ അരികിലേക്ക് വരുന്നു.
രോഗശാന്തിക്ക് വേണ്ടി, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. കർത്താവേ, എന്നാൽ അങ്ങയെ കിട്ടാതെ, അങ്ങയെ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കാതെ ഒരുവന് രക്ഷപ്പെടില്ലെന്ന് അങ്ങ് പറയുമ്പോഴും അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കാതെ അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മക്കളായിട്ട് ഞങ്ങൾ പലപ്പോഴും മാറിപ്പോയി. ഈശോയെ, ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിന്റെ ആ ശാന്തതയും സമാധാനവും സ്നേഹവും ഞങ്ങളിൽ നിറച്ചു തരണമേ. അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവമക്കളെയും കുഞ്ഞുമക്കളെയും മാറ്റണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനെ ഈശോയെ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞ്, ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും നിറഞ്ഞ് അങ്ങയുടെ ശാന്തതയും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സ്നേഹവും നിറച്ച് ഞങ്ങളെ യഥാർത്ഥമായ രക്ഷയായ അങ്ങയെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങേ തന്നെ നൽകുന്ന ഈ ആശീർവാദത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെല്ലാവരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകുമ്പോൾ അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വസിക്കണമേ. അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാറ്റണമേ. ഈശോയെ,